അല്പസമയം മുൻപ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദമായി സംസാരിച്ചു. പല കാര്യങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. ആ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി. ദുരന്തബാധിതരെ കേന്ദ്രം ദ്രോഹിക്കുന്നു. ദുരന്തം സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെയും പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. SDRF-ൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. കേന്ദ്ര സംഘം വന്നുപോയിട്ടും മാസങ്ങളായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. വിഴിഞ്ഞം വിഷയത്തിലും കേന്ദ്രത്തിന് ഇരട്ടത്താപ്പെന്ന് മുഖ്യമന്ത്രി. VGF ഒറ്റത്തവണ ഗ്രാന്റാണ്. VGF ചെയ്ത ഒരു പദ്ധതിക്കും തിരിച്ചടവ് എന്ന മാനദണ്ഡമില്ല. കേരളവും ഈ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് മേൽ അധിക ബാധ്യത ചുമത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. VGF തിരിച്ചടവ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചതോടെ ഇത്രയധികം തുക ഇനി കേരളം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. നിബന്ധന അംഗീകരിച്ചാൽ തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മാർട്ട് സിറ്റി പദ്ധതി നിന്നു പോകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടീകോം വാങ്ങിയ സ്ഥലമാണ് തിരികെ കൊടുക്കുന്നത്. നഷ്ടപരിഹാരമെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ശ്രീജിത്ത്, അതിലേറ്റവും പ്രധാനം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ പലതരത്തിൽ പ്രതികരണങ്ങൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടി, അതിന്മേലുള്ള പ്രതികരണം, റവന്യൂ മന്ത്രിയുടെ പ്രതികരണം ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായൊരു പ്രതികരണം നടത്തുന്നത് ഇപ്പോഴാണ്. അതിൽ എന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. അത് നവംബറിലാണ് സമർപ്പിച്ചത്. പക്ഷേ അതൊരിക്കലും ഇതിന് ദുരിതാശ്വാസമായി നൽകേണ്ടുന്ന തുകയുമായി അതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നു. SDRF-ന്റെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. അങ്ങനെ ഇക്കാര്യത്തിൽ ഏത് തരത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? അനുജ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് ആ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. SDRF-ൽ നിന്ന് പണം ചെലവഴിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. ഉദാഹരണത്തിന് വയനാട് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞത് 10 ലക്ഷം രൂപ എങ്കിലും ചെലവിട്ടാണ്. SDRF ഫണ്ടിൽ നിന്ന് അത്രയും തുക ചെലവാക്കി വീട് നിർമ്മിക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ പ്രത്യേകമായി ഒരു സഹായം കേരളത്തിനായി, ഈ വയനാടിനായി ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ SDRF ഫണ്ടിൽ നിന്ന് എൻ്റെ കാര്യം പറഞ്ഞ് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ PDNA റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യം, PDNA റിപ്പോർട്ട് ദുരന്തം കഴിഞ്ഞ ശേഷം സമയമെടുത്ത് മാത്രമേ തയ്യാറാക്കാൻ കഴിയൂ. PDNA റിപ്പോർട്ട് 3 മാസത്തിനകം തയ്യാറാക്കി നവംബർ 13 തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ സഹായം നൽകുന്നതിന് PDNA റിപ്പോർട്ട് ഒരു ആധികാരിക രേഖയാണെന്ന് എവിടെയും പറയുന്നില്ല. അതുമാത്രമല്ല, സമാനമായ ദുരന്തങ്ങളുണ്ടായ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ റിപ്പോർട്ട് 3 മാസം സമയമെടുത്താണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കേരളം പ്രത്യേകമായ ഒരു കാലതാമസം ഇക്കാര്യത്തിൽ വരുത്തിയെന്ന് പറയുന്ന വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തോട് ഒരു പ്രത്യേകതരം വിവേചനപരമായ സമീപനമാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തിപ്പോരുന്നത്. തെലങ്കാനയ്ക്കും ഒപ്പം തന്നെ അസമിനും അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ ഇവിടെ UDF-ഉം LDF-ഉം BJP-ക്ക് വിരുദ്ധമായ സമീപനമായതുകൊണ്ട് മാത്രം കേരളത്തോട് പ്രത്യേക തരത്തിലുള്ള വിവേചനം കാണിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. എന്നാൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുന്നതിന് സംസ്ഥാനം എതിരല്ല, മറിച്ച് കേരളത്തിന് അർഹമായ സഹായം ലഭിക്കണം എന്ന് മാത്രമാണ് കേരളം ആവശ്യപ്പെടുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അനുജ, അതിലൊരു കാര്യം കൂടി, ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് അതെന്താണ്, ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നു എന്നൊക്കെയുള്ളതിനൊക്കെയുള്ള മറുപടി മുഖ്യമന്ത്രി പറയുന്നത് എങ്ങനെയാണ്? മറ്റൊന്ന്, വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, അതിൽ കേന്ദ്രമെടുത്തിരിക്കുന്ന നിലപാടും അതും
വിവേചനം എന്ന തരത്തിൽ തന്നെയല്ലേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്? അനുജ, ടീകോമിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം വരുന്നത് ഇപ്പോഴാണ്. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം പിന്മാറിയിരിക്കുന്നു. ആ പിന്മാറിയതിന്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയില്ല. എന്നാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നത് ഒരു തെറ്റായ ചിത്രീകരണമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ടീകോം ഈ പദ്ധതിക്കായി മുടക്കിയ ഓഹരി മൂല്യമാണ് ഒരു ഇൻഡിപെൻഡന്റ് വാല്യുവേറ്ററെ നിയോഗിച്ചുകൊണ്ട് നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 94 കോടി രൂപയിൽ പരം ഈ ഓഹരി മൂല്യമായി 84% ഓഹരി മൂല്യത്തിന്റെ തുകയായി ഇവിടെ ടീകോം മുടക്കിയിട്ടുണ്ട്. ആ പണം തിരിച്ചു നൽകണമെന്ന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. അതിനെ നഷ്ടപരിഹാരമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. മാത്രമല്ല, ഇത് രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഇടപാടാണ്. UAE ഗവൺമെൻറ്റും കേരളവും തമ്മിൽ വളരെ നല്ല ഊഷ്മളമായ ബന്ധമുള്ള രണ്ട് സർക്കാരുകളാണ്. മാത്രമല്ല, മലയാളികളായ ആളുകൾ അവിടെ ദീർഘകാലമായി പണിയെടുക്കുന്നുണ്ട്. അത്തരമൊരു സർക്കാരുമായി ഒരു മോശം ബന്ധം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഏറ്റെടുക്കുന്ന ഭൂമി ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ പങ്കാളികൾക്കോ പതിച്ചു കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തും. അവിടെ സ്വകാര്യ കമ്പനികളുടെ അടക്കം സ്ഥാപനങ്ങൾ വരും. ഇപ്പോൾ തന്നെ ഇൻഫോ പാർക്കിലെ ഭൂമിയുടെ 99% IT-യും IT അനുബന്ധ സ്ഥാപനങ്ങളും ഉപയോഗിക്കുകയാണ്. ബാക്കിയുള്ള വികസനത്തിനായി കമ്പനികൾ കാത്തു നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്ന തരത്തിലാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അത് സർക്കാരിൻ്റെ പൊതുമേഖലയിലുള്ള നിയന്ത്രണത്തിൽ തന്നെ നിലനിൽക്കും. മറിച്ച് ആർക്കെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ എഴുതി കൊടുക്കുന്ന പതിച്ചു കൊടുക്കുന്ന ഒരു സമീപനമില്ല. ഈ നഷ്ടപരിഹാരം നൽകുന്നു എന്ന് പറയുന്നത് തെറ്റായ ചിത്രീകരണമാണ്. മുടക്കിയ തുകയുടെ മൂല്യമാണ് തിരികെ നൽകുന്നത്. അതിന് കരാറിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട്. മറിച്ച് വ്യവസ്ഥയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങൾ തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. വിഴിഞ്ഞം BGFന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ കേന്ദ്രം ഇതുവരെ സ്വീകരിച്ച സമീപനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ സമീപനമാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണം. കാരണം ഈ രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്ക് മുടക്കുന്ന പണത്തിന്റെ ലാഭവീതം ആവശ്യപ്പെടുന്ന സമീപനം തീർത്തും തെറ്റാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അനുജ, അതെ, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്നുള്ളത് ഒറ്റത്തവണ ഗ്രാന്റ് ആണ്. അത് തിരിച്ചു വാങ്ങുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചു.